എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ടുള്ള അതുപോലെ തന്നെ നല്ല സ്പൈസി ആയിട്ടുള്ള ഒരു സ്നാക്സ് ആണ്. ഇത് ഉണ്ടാക്കി എടുക്കാനായിട്ട് വളരെ എളുപ്പമാണ്. അതുപോലെ തന്നെ ഇത് തയ്യാറാക്കാൻ ഒരുപാട് ഓയിലൊന്നും തന്നെ നമുക്ക് ആവശ്യമില്ല. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ചിക്കൻ കൽമാസ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. കൂടാതെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ഈ ഒരു ചാനൽ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കൂടെ മറക്കരുത്. അപ്പോൾ ഈ ഒരു സ്നാക്സ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇതിലേക്ക് ചിക്കനാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഒരു 300 ഗ്രാമോളം ചിക്കൻ നന്നായിട്ട് ക്ലീൻ ചെയ്ത് കഴുകേണ്ട വെള്ളമൊക്കെ തുറന്നിരിക്കുകയാണ്. ഞാനിപ്പോൾ ഇതിലേക്ക് എല്ലില്ലാത്ത ചിക്കനാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. എല്ലോട് കൂടിയിട്ടുള്ള ചിക്കൻ വേണമെങ്കിൽ നമുക്ക് എടുക്കാവുന്നതാണ്. വേവിച്ചതിന് ശേഷം നമ്മൾ എല്ലങ്ങ് കളഞ്ഞാൽ മതി. അപ്പോൾ ഈ ഒരു ചിക്കൻ നമുക്ക് ആദ്യം ഒന്ന് വേവിച്ചിട്ടെടുക്കണം. ഞാനിപ്പോൾ ഇത് കുക്കറിൽ വെച്ചിട്ടാണ് കേട്ടോ വേവിച്ചിട്ടെടുക്കുന്നത്. ഈ ഒരു കുക്കറിലേക്ക് ഞാൻ ആ ചിക്കൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂണോളം ഞാൻ കാശ്മീരി മുളക് പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും കൂടെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഗരം മസാലയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു 1/4 കപ്പ് മാത്രം, ഒരുപാട് വെള്ളം നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ചിക്കനകത്ത് തന്നെ ആവശ്യത്തിന് വെള്ളം ഇറങ്ങിക്കോളൂ. അപ്പോൾ ഒരു 1/4 കപ്പ് അളവിൽ വെള്ളം കൂടി ചേർത്ത് നല്ലപോലെ തന്നെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ ഈ ഒരു മൂടി വെച്ചൊന്ന് അടച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്കിത് അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഒരു 2 വിസിലൊക്കെ ആകുമ്പോഴത്തേക്കും തന്നെ നമുക്ക് ചിക്കൻ നല്ലപോലെ തന്നെ വെന്ത് കിട്ടും. അപ്പോൾ ചിക്കൻ ഇവിടെ നല്ലപോലെ തന്നെ ഞാനൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. ചിക്കനകത്തെ ഒരു വെള്ളം നമ്മളങ്ങ് ഊറ്റിക്കളഞ്ഞേക്കുക. നമ്മളിപ്പോൾ ഇതിലേക്ക് എല്ലോട് കൂടിയിട്ടുള്ള ചിക്കനാണ് എടുത്തിരിക്കുന്നതെങ്കിൽ ആ ഒരു എല്ല് കളഞ്ഞതിന് ശേഷം നമുക്കിത് മിക്സിയുടെ ഈ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് ചെറിയതായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. ഒരുപാട് അരഞ്ഞങ്ങ് പോവരുത്. നമ്മൾ കട്ട്ലേറ്റിനൊക്കെ പൊടിച്ചെടുക്കത്തില്ലേ, അതുപോലെ ഒന്ന് പൊടിച്ചെടുത്താൽ മതി. പിന്നെ ഇത് മിക്സിയിലിട്ട് ഇതുപോലെ പൊടിക്കണമെന്നില്ല. നമ്മൾ കൈ കൊണ്ട് തന്നെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്താലും മതി. ഞാനിപ്പോൾ ഇത് ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്തതേ ഉള്ളൂ. ഇനി ഈ ഒരു ചട്ടിയിലേക്ക് നമുക്കൊരു മസാല റെഡിയാക്കാൻ വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു സ്നാക്സ് നമ്മൾ ചെയ്യുമ്പോൾ വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യുന്നതാണ് കേട്ടോ ടേസ്റ്റ് കൂടുതൽ. ഇനി ഇതിലേക്ക് ഒരു 2 മീഡിയം വലിപ്പമുള്ള സവാള ഇതുപോലെ തീരെ ചെറിയതായിട്ട് പൊടിയായിട്ട് അരിഞ്ഞിട്ടെടുത്താണ്, അതും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതുപോലെ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് നിളക്കുകയാണെങ്കിൽ ഒരു സവാള പെട്ടെന്ന് തന്നെ നമുക്കങ്ങ് വഴണ്ട് കിട്ടും. അപ്പോൾ സവാള ചേർത്ത് ഇതുപോലെ ഇളക്കിയതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇതൊരു 1.5 ടേബിൾ സ്പൂണോളം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞിട്ടെടുത്താണ്, അതും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഒരു 3-4 അല്ലി വെളുത്തുള്ളി ഇതുപോലെ തീരെ ചെറിയതായിട്ട് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊരു 2 ചെറിയ പച്ചമുളക് കട്ട് ചെയ്തെടുത്താണ്, അതും കൂടി ഇട്ട് കൊടുക്കുകയാണ്. പച്ചമുളകൊക്കെ നമ്മുടെ ഒരു എരിവിനനുസരിച്ച് കൂട്ടിയോ കുറച്ച് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇവയെല്ലാം കൂടി ചേർത്തിട്ട് നല്ലപോലെ തന്നെ ഇതുപോലെ ഇളക്കി കൊടുക്കുക. സവാള നമുക്ക് നന്നായിട്ട് ഒന്ന് വഴണ്ടി കിട്ടണം. അപ്പോൾ നന്നായിട്ട് ഇതുപോലെ ഇളക്കി സവാള ഇതുപോലെ ഒന്ന് വഴണ്ടി വരുമ്പോഴത്തേക്കും ആവശ്യത്തിനുള്ള പൊടികൾ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാനൊരു 1/4 ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. സാധാ നല്ല എരിവുള്ള മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ നമ്മുടെ ഒരു എരിവിനനുസരിച്ച് മാത്രമേ ചേർത്ത് കൊടുക്കാവുള്ളൂ. പിന്നെ നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ അളവിൽ ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കാം. ഇത് 1 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയാണ്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ അളവിൽ ചിക്കൻ മസാലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് നമുക്കൊരു 2 ടേബിൾ സ്പൂണോളം മാത്രം ഇതുപോലെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഇളക്കി കൊടുക്കാം. ഇതുപോലെ ഒരു പൊടികളുടെ ഒരു പച്ചമണമൊക്കെ മാറി വരുമ്പോഴത്തേക്കും നമ്മൾ ചെറിയതായിട്ട് പൊടിച്ച് വെച്ചിരിക്കുന്ന ഈ ഒരു ചിക്കന് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ തന്നെ ഇളക്കിയിട്ടെടുക്കുക. ചിക്കൻ ഇതിനകത്ത് കിടന്നിട്ട് നല്ല പോലെ തന്നെ നമുക്കൊന്ന് ചൂടായി കിട്ടണം. അപ്പോൾ ചിക്കനും ചേർത്ത് ഇതുപോലെ നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. ലാസ്റ്റ് ഇതിൻ്റെ ഉപ്പ് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കിയിട്ടെടുക്കുകയാണ് കേട്ടോ. എരിവൊക്കെ നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നല്ല പോലെ തന്നെ ഇതുപോലെ ഇളക്കി ഒരു ചിക്കനൊക്കെ നന്നായിട്ട് തന്നെ ചൂടായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് 1 കപ്പ് അളവിൽ ചിരകിയ തേങ്ങയാണ്. ഇതൊരു അരമുറി തേങ്ങയോളം ഉണ്ട്. അപ്പോൾ 1 കപ്പ് അളവിൽ തേങ്ങ ഞാൻ ഈ ഒരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ പെരിഞ്ജീരകം നമുക്കിതുപോലെ ചേർത്ത് കൊടുക്കാം. ഇതൊരു 10ഓളം ചെറിയ ഉള്ളിയാണ്. ചെറിയ ഉള്ളിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് നമുക്ക് ചെറിയതായിട്ടൊന്ന് ചതച്ചെടുക്കണം. ഇത് അരഞ്ഞു പോകരുത് കേട്ടോ. ചെറിയതായിട്ട് നമ്മളൊന്ന് ചതച്ചെടുത്താൽ മാത്രം മതി. അപ്പോൾ ഇതിപ്പോൾ കണ്ടില്ലേ, ഇതുപോലെ നമ്മളൊന്ന് ചതച്ചെടുത്താൽ മാത്രം മതി. ഇനി ഈ ഒരു പാത്രത്തിലേക്ക് നമുക്കൊരു 2 കപ്പ് അളവിൽ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. അരിപ്പൊടി നമ്മൾ എടുക്കുമ്പോൾ വറുത്തിട്ടുള്ള അരിപ്പൊടി തന്നെ എടുക്കണേ. സാധാരണ നമ്മൾ പത്തിരി ഇടിയപ്പമൊക്കെ ഉണ്ടാക്കാൻ എടുക്കുന്ന ആ ഒരു അരിപ്പൊടി എടുത്താൽ മതി. 250 ml ഈ ഒരു കപ്പിൽ 2 കപ്പ് അളവിൽ വറുത്ത അരിപ്പൊടി ഞാൻ ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പൊടിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക.
അതിനുശേഷം നമ്മളൊരു ചതച്ച് വെച്ചിരുന്ന ഒരു തേങ്ങയുടെ ഒക്കെ ഒരു മിക്സില്ലേ അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കൈ കൊണ്ട് നല്ലപോലെ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒരു തേങ്ങ ചതച്ചതും കൂടി ചേർത്ത് നല്ലപോലെ തന്നെ ഞാനൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വാട്ടി കുഴച്ചിട്ടെടുക്കണം. നമ്മൾ ഇടിയപ്പത്തിനൊക്കെ വാട്ടി കുഴക്കുന്ന പോലെ തന്നെ. അതിന് വേണ്ടിയിട്ട് നല്ല തിളച്ച വെള്ളം തന്നെ ഇതിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കണേ. നല്ല തിളച്ച് കിടക്കുന്ന വെള്ളം തന്നെ വേണം നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആവശ്യത്തിന് വെള്ളം ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ ഒരു ഇടിയപ്പത്തിനൊക്കെ വാട്ടി കുഴക്കുന്ന പോലെ നല്ല സോഫ്റ്റ് മാവാക്കി ഒന്ന് വാട്ടി കുഴച്ചെടുത്താൽ മതി. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നല്ല സോഫ്റ്റ് മാവാക്കി ഞാനിതൊന്ന് വാട്ടിക്കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതൊരു 2-3 മിനിറ്റ് നേരത്തേക്ക് നമുക്കിതുപോലെ അടച്ച് വെച്ച് കൊടുക്കാം. അതിൻ്റെ ചൂട് ചെറുതായിട്ടൊന്ന് കുറയാൻ വേണ്ടിയിട്ട് നമുക്ക് കൈ കൊണ്ട് ഇത് നല്ലപോലെ തന്നെ കുഴച്ചെടുക്കണം. അപ്പോൾ ഒരു 2-3 മിനിറ്റിന് ശേഷം നമുക്കിത് കൈവച്ചിട്ട് നല്ലപോലെ തന്നെ കുഴച്ച് നല്ല സോഫ്റ്റ് മാവാക്കിയിട്ട് എടുക്കാം. ഇത് കണ്ടില്ല, നമ്മൾ കൈ കൊണ്ട് ഇതുപോലെ ഉരുട്ടിയെടുക്കുമ്പോഴത്തേക്കും നമ്മുടെ കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കാതെ ഇതുപോലെ നല്ല സോഫ്റ്റ് ആക്കി വേണം നമ്മളൊന്ന് വാട്ടിക്കുഴയ്ക്കാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ ഇതുപോലെ കുറച്ച് ഓയിൽ എടുത്തിട്ട് കയ്യിൽ ഇതുപോലെ നന്നായിട്ട് ഓയിലൊന്ന് ആക്കി കൊടുക്കുക. അതിനുശേഷം ഈ ഒരു മാവിൽ നിന്ന് ഈ ഒരു വലിപ്പത്തിൽ മാവ് എടുത്തിട്ട് കൈ കൊണ്ട് നല്ലപോലെ തന്നെ ഉരുട്ടിയിട്ട് എടുക്കാം കേട്ടോ. ഇതുപോലെ നന്നായിട്ട് ഉരുട്ടിയതിന് ശേഷം കൈ വെച്ചിട്ട് നമുക്ക് ഇതിലൊന്ന് പ്രസ് ചെയ്ത് ഒന്ന് പരത്തി കൊടുക്കാം. ഇതുപോലെ പ്രസ് ചെയ്ത് പരത്തിയതിന് ശേഷം ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഫില്ലിങ് വെച്ച് കൊടുക്കാവുന്നതാണ്. ഫില്ലിങ് വെച്ചതിന് ശേഷം ഇത് നമുക്ക് ഇതുപോലെ കവർ ചെയ്തിട്ട് എടുക്കാം. കവർ ചെയ്യാനുള്ള വശമൊക്കെ നമുക്കിതുപോലെ കുറച്ച് മാവ് എടുത്തിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കാനാണ്. നമുക്കിത് ഇഷ്ടമുള്ള ഷേപ്പിൽ ചെയ്തിട്ടെടുക്കാനാണ് കേട്ടോ. സാധാരണ നമ്മൾ കടയിൽ നിന്നൊക്കെ ഒരു കൽമാസ് കഴിക്കുന്ന ഒരു ഷേപ്പിൽ വേണമെങ്കിലും ചെയ്യാം. ഒരു റോളിൻ്റെ ഒക്കെ ഒരു ഷേപ്പിൽ ചെയ്തിട്ടെടുക്കാനാണ്. ഞാനിപ്പോൾ ഇത് പരത്തി റൗണ്ട് ആക്കി ഒന്ന് ഷേപ്പാക്കി എടുക്കുന്നതേ ഉള്ളൂ. ഞാനിപ്പോൾ ഇത് ഏകദേശം ഇതുപോലെ റൗണ്ട് ഷേപ്പ് ആക്കിയതിന് ശേഷം കുറച്ചും കൂടി നല്ലൊരു ഷേപ്പാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ റൗണ്ട് പാത്രം എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇത് വെച്ച് കൊടുത്തിട്ട് നല്ലപോലെ തന്നെ പ്രസ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ചെയ്യണമെന്നൊന്നുമില്ല കേട്ടോ, നമ്മൾ കൈ കൊണ്ട് തന്നെ ഒരു ഷേപ്പാക്കി എടുത്താലും മതി. എന്നിട്ട് ഈ ഒരു സൈഡ് ഇതുപോലെ അടർത്തി കൊടുത്തിട്ട് ഈ ഒരു സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ വലിച്ചാൽ മതി. ഇതിപ്പോൾ കണ്ടില്ല, കുറച്ചും കൂടി ഒരു ഷേപ്പായി നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ ചെയ്യണമെന്നില്ല കേട്ടോ, നമ്മൾ കൈ കൊണ്ട് തന്നെ ഒരു ഷേപ്പാക്കി എടുത്താൽ മതി. അപ്പോൾ ഇത്ര ഉള്ള കേട്ടോ. ആദ്യം നമ്മൾ കയ്യിൽ കുറച്ച് ഓയിലൊന്ന് ആക്കി കൊടുക്കുക. അതിനുശേഷം ഈ ഒരു മാവിൽ നിന്ന് ഇതുപോലെ കുറച്ച് മാവ് എടുത്തിട്ട് കൈ കൊണ്ട് നന്നായിട്ട് ഉരുട്ടി ഇതുപോലെ പരത്തിയിട്ട് നമുക്ക് ആ ഒരു ഫില്ലിങ് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതുപോലെ മടക്കി ഒരു ഷേപ്പാക്കി എടുത്താൽ മതി. അപ്പോൾ ആ ഒരു മാവിനകത്ത് എല്ലാം തന്നെ ഇതുപോലെ ഞാനൊരു ഫില്ലിങ് വെച്ചിട്ട് ഈ ഒരു റൗണ്ട് ഷേപ്പാക്കി ഇവിടെ നിന്ന് എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ആവിയിലൊന്ന് വേവിച്ചിട്ട് എടുക്കണം. ഞാനിപ്പോൾ ഇത് വേവിച്ചിട്ട് എടുക്കുന്നത് ഇതുപോലെ ഇഡ്ഡലി പാത്രത്തിൽ വെച്ച് കൊടുത്തിട്ടാണ് കേട്ടോ. ഈ ഒരു ഇഡ്ഡലി പാത്രത്തിൽ ആവശ്യത്തിന് ഞാൻ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ഇഡ്ഡലിത്തട്ട് ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. വെള്ളം നല്ലപോലെ തന്നെ തിളച്ച് ആവി വന്നതിന് ശേഷം മാത്രം നമ്മൾ ഇത് ഓരോന്ന് ഇതിലേക്ക് വെച്ച് കൊടുക്കുക. ഇതെല്ലാം ഇതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതുപോലെ മൂടി വെച്ച് അടച്ച് വെച്ച് കൊടുക്കാം. എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു 15 to 20 മിനിറ്റ് നമ്മളൊന്ന് വേവിച്ചിട്ടെടുത്താൽ മതി. അപ്പോഴത്തേക്ക് നല്ലപോലെ തന്നെ അത് വെന്ത് കിട്ടും. അപ്പോൾ ഇത് വെന്ത് വരുന്ന ഒരു സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് ഒരു മസാല റെഡിയാക്കാൻ വേണ്ടിയിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 5 ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. കാശ്മീരി മുളക് പൊടി തന്നെ എടുക്കണേ, അതാവുമ്പോൾ അധികം എരിവ് ഉണ്ടാവത്തില്ല, നല്ലൊരു കളറും കിട്ടും. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു 3/4 ടീസ്പൂണോളം ഗരം മസാലയും 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊരു കൈപ്പിടി മല്ലിയില ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്താണ്, അതും കൂടി ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഒരുപാട് ഇതങ്ങ് ലൂസായിട്ട് പോകരുത്, എന്നാൽ ഒരുപാട് അങ്ങ് കട്ടിയാകാനും പാടില്ല. ചെറിയൊരു കട്ടിക്കിരിക്കുന്ന രീതിയിൽ തന്നെ നമ്മളൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം വെള്ളം ചേർത്തിട്ട്. അപ്പോൾ വെള്ളം ചേർത്ത് നമ്മൾ ഇതുപോലെ ഈ ഒരു പരുവത്തിന് വേണമെന്ന് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിവിടെ ഏകദേശം ഒരു 20 മിനിറ്റ് ഒക്കെ ആകുമ്പോഴത്തേക്ക് നല്ലപോലെ തന്നെ നമുക്കിവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഒരു പാനിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. നമുക്കിത് ചെറിയതായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കണം. ഒരുപാട് ഓയിൽ ഒഴിച്ച് കൊടുത്ത് നമ്മൾ ഫ്രൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇതുപോലെ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന ഈ ഒരു മസാലയിൽ നല്ലപോലെ തന്നെ ഇതൊന്ന് മുക്കിയിട്ടെടുക്കാം. എന്നിട്ട് നമുക്ക് എണ്ണ ചൂടായതിന് ശേഷം ഇതിലേക്ക് ഇത് വെച്ച് കൊടുക്കാനാണ്.
തീ ഒന്ന് കുറച്ച് വെച്ച് കൊടുത്തിട്ട് തന്നെ നമ്മളിത് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം കേട്ടോ. തിരിച്ച് മറിച്ചിട്ട് കൊടുത്തിട്ട് ഒരു 2 സൈഡും ചെറുതായിട്ടൊന്ന് മൊരിഞ്ഞ് ഒരു മസാല അത് നന്നായിട്ടൊന്ന് പിടിക്കുന്നതിന് വരെ നമ്മളൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുത്താൽ മതി. ഈ ഒരു സ്നാക്സിന് കുറച്ചും കൂടി നല്ലൊരു കളർ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ രണ്ടാമത് മറിച്ചിട്ടതിന് ശേഷം കുറച്ചും കൂടി ഒരു മസാല ഒന്ന് ആക്കി കൊടുക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഒരു കളറും കിട്ടും, കഴിക്കാനും നല്ലൊരു ടേസ്റ്റാണ്. നമ്മൾ ഇതുപോലെ ഈ ഒരു മുളക് പൊടിയുടെ ഒരു മസാലയിൽ മുക്കി ഇത് പൊരിച്ചു എന്ന് കരുതിയിട്ട് ഒരുപാട് എരിവൊന്നും ഇല്ല കേട്ടോ ഇതിന്. നമ്മളിതിലേക്ക് കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്, അധികം എരിവൊന്നുമില്ല. അപ്പോൾ ഇതുപോലെ തിരിച്ചും മറിച്ചിട്ട് കൊടുത്തിട്ട് 2 സൈഡും ചെറുതായിട്ടൊന്ന് മുരിഞ്ഞ് വരുമ്പോഴത്തേക്കും നമുക്കിത് എണ്ണയ്ക്കകത്തൊന്നും എടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ ഒന്ന് ഫ്രൈ ആയി വരുമ്പോഴത്തേക്കും നമുക്കിത് എണ്ണയ്ക്കകത്തൊന്നും എടുക്കാം. ഇതുപോലെ തന്നെ ഓരോന്നും ഓരോ മസാലയിൽ മുക്കിയിട്ട് ചെറുതായിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഒരു ചിക്കൻ കൽമാസ് എല്ലാം തന്നെ ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു ഷേപ്പിൽ തന്നെ ഇത് ചെയ്യണമെന്നില്ല കേട്ടോ, നമ്മളൊരു കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ഒരു ഷേപ്പിൽ വേണമെങ്കിൽ ഇത് ചെയ്തിട്ട് എടുക്കാവുന്നതാണ്. ഇതുപോലെ നല്ല ചൂട് ചായയുടെ ഒപ്പം കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളിയായിട്ടുള്ളൊരു സ്നാക്സ് ആണ് ഈ ഒരു ചിക്കൻ കൽമാസ്. നിങ്ങൾ ഇതുവരെയായിട്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കണേ, എന്തായാലും ഇത് ഇഷ്ടപ്പെടും. ഇതിനു മുമ്പ് മുട്ട വെച്ചിട്ടുള്ള ഒരു ഫില്ലിങ്ങിന് മുട്ട കൽമാസിൻ്റെ റെസിപ്പി ഞാൻ ഇട്ടിട്ടുണ്ട്. അത് ഒരുപാട് പേര് ട്രൈ ചെയ്തിട്ട് നല്ല അഭിപ്രായം പറഞ്ഞൊരു സ്നാക്സ് ആണ്. അപ്പോൾ ചിക്കൻ കഴിക്കാത്തവർക്കാണെങ്കിൽ മുട്ട വെച്ചിട്ട് ആ ഒരു സ്നാക്സ് വേണമെങ്കിൽ ഇതുപോലെ ചെയ്തിട്ട് എടുക്കാവുന്നതാണ്. അപ്പോൾ ആ ഒരു മുട്ട കൽമാസിന്റെ ഒരു ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു കൽമാസിന്റെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണേ. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ തന്നെ നമ്മുടെ കമന്റ് ബോക്സിൽ വന്ന് അറിയിക്കുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യുകയും ഫാമിലിയും ഫ്രണ്ട്സൊക്കെ ആയിട്ട് നമ്മുടെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയതായിട്ട് നമ്മുടെ ഈ ഒരു ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂട്ടത്തിലെ കാണുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ പുതിയ പുതിയ റെസിപ്പികളൊക്കെ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇൻഷാല്ലാ വീണ്ടും നമുക്ക് ഇതുപോലെ നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം.